ഏലിയൻസ് അല്ലെങ്കിൽ UFOനെ പറ്റി സംസാരിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് ഇൻസിഡൻസിൽ ഒരു ഇൻസിഡന്റ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതെല്ലാം സംഭവിക്കുന്നത് 1966 നവംബർ 15 വെസ്റ്റ് വെർജീനിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. വെസ്റ്റ് വെർജീനിയയിലെ ഒരു സിറ്റിയുടെ പേരാണ് പോയിന്റ് പ്ലസന്റ്. അവിടുത്തെ ഒരു ദമ്പതികൾക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ലെവലിലുള്ള ഒരു അനുഭവം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. റോജർ സ്കാർബറി, ലിൻഡ സ്കാർബറി, ഇവർ രണ്ടുപേരും കാർ ഓടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് വളരെയധികം കാട് പിടിച്ചൊരു ഏരിയയിൽ കൂടെയായിരുന്നു, വളരെയധികം സ്പൂക്കി ആയിട്ടുള്ള ഒരു ഏരിയയിൽ കൂടെയായിരുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇവർ എത്തിപ്പെട്ടത് ഉപേക്ഷിക്കപ്പെട്ട ഒരു പവർ പ്ലാന്റിന്റെ അടുത്തേക്കാണ്. ഈ പവർ പ്ലാന്റ് ആണെങ്കിൽ TNT ഏരിയ എന്ന് ലോക്കലി അറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് ശരിക്കും ഉള്ളത്. TNT ഏരിയ എന്ന് ഈ സ്ഥലത്തിനെ വിളിക്കാൻ കാരണം വേൾഡ് വാർ 2 സമയത്ത് ഒരുപാട് അമ്യുനേഷനും കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തെ TNT ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെ ഏകദേശം ഒരു 10-10:30 മണിയായപ്പോൾ ലിൻഡ ഈ ഒരു പവർ പ്ലാന്റ് അടുത്തുള്ള ഒരു ജനറേറ്ററിന്റെ അടുത്ത് എന്തോ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്രീച്ചർ നിൽക്കുന്നത് കണ്ടു. ഈ രാത്രി 10:30 ആയിട്ടും ഈ ഇരുട്ട് പിടിച്ച സ്ഥലത്ത് ലിൻഡയ്ക്ക് ആ ഒരു ക്രീച്ചറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത് ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള 2 കണ്ണുകൾ കണ്ടതുകൊണ്ട് മാത്രമാണ്. ലിൻഡയുടെ ടെസ്റ്റിമോണി അനുസരിച്ച് റെഡ് കളറിൽ ഗ്ലോ ചെയ്യുന്ന 2 കണ്ണുകളുള്ള ഒരു ക്രീച്ചറിനെയാണ് ലിൻഡ അന്ന് കണ്ടത്. ഇത് കണ്ടതോടുകൂടി ലിൻഡ നേരെ റോജറിന്റെ അടുത്ത് പറഞ്ഞു, എന്തോ സംഭവത്തെ ഞാൻ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ റോജർ ഉടനെ തന്നെ വണ്ടി നിർത്തി അത് എന്താ സംഭവം നോക്കാൻ പോയി. ഒന്നാമത് ഇത് വളരെ സ്പൂക്കി ആയിട്ടുള്ള ഒരു കാട് പിടിച്ച ഏരിയയാണ്. രണ്ടാമത് രാത്രി സമയത്താണ്. മൂന്നാമത് ഇത് അബാൻഡൻഡ് ആയിട്ടുള്ള ഉപേക്ഷിക്കപ്പെട്ട ഒരു പവർ പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്രീച്ചറിനെ അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേര് കാറിന്റെ അകത്ത് വെച്ചിട്ടാണ് നിരീക്ഷിച്ചത്, പുറത്തേക്ക് ഇറങ്ങാൻ നിന്നില്ല. വണ്ടി നിർത്തി ഈ ഒരു സംഭവത്തെ നോക്കുമ്പോൾ ഏകദേശം 7 അടിയോളം ഉയരമുള്ള ഒരു ക്രീച്ചർ. ഇവരുടെ ടെസ്റ്റിമോണി അനുസരിച്ച് ഒരു ഹ്യൂമനോയിഡ് ക്രീച്ചറിനെയാണ് ശരിക്കും അവർ അന്ന് എൻകൗണ്ടർ ചെയ്തത്. ഈ ക്രീച്ചറിനോടൊപ്പം തന്നെ വേറൊരു സംഭവത്തെ കൂടി അവർ ശ്രദ്ധിച്ചു. അതായത് ഈ ക്രീച്ചറിന്റെ തൊട്ട് മുന്നിൽ തന്നെ ഒരു പട്ടിയുടെ ശവശരീരം കിടക്കുന്നതായിട്ട് അവർ കണ്ടു. പട്ടിയുടെ ആ ഒരു റിമെയിൻസ് എന്ന് ഇവർക്ക് മനസ്സിലായത് ഈ ഒരു ക്രീച്ചർ ആ പട്ടീനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഈ ഒരു എൻകൗണ്ടർ ഉണ്ടായത് എന്നുള്ളൊരു കാര്യം അവർക്ക് ഏകദേശം മനസ്സിലായി. അങ്ങനെ ഇവർ എന്താണെന്ന് അറിയാൻ പാടില്ലാതെ ഈ ഒരു സംഭവത്തെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു സംഭവത്തിന്റെ അറ്റൻഷൻ തിരിഞ്ഞ് നേരെ ഈ ഒരു കാറിലേക്ക് ഈ ഒരു സംഭവം നോക്കിയത്. ഒന്നാമത് ഇവർ രണ്ടുപേരും ഈ കണ്ട സംഭവത്തെ കണ്ട് പേടിച്ചാണ് നിൽക്കുന്നത്. അതിനിടയ്ക്കാണ് ഈ ഒരു സംഭവം ഇവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. റോജർ ഇത് കണ്ടപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല, വണ്ടി നേരെ ഫുൾ സ്പീഡിൽ വിട്ടു. അതായത് ആ വണ്ടിക്ക് പോകാൻ പറ്റുന്നതിന്റെ മാക്സിമം സ്പീഡായിട്ടുള്ള 100 മൈൽസ് പെർ അവറിൽ ഈ ഒരു വണ്ടി ഇങ്ങനെ കത്തിച്ചു വിട്ടു. എങ്ങനെയെങ്കിലും ആ ഒരു ക്രീച്ചറിനെ അവോയ്ഡ് ചെയ്യണം എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിലാണ് അദ്ദേഹം അങ്ങനത്തെ സ്പീഡിൽ പോയത്. ഈ ഒരു ക്രീച്ചറിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് സമാധാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലിൻഡ വേറൊരു കാഴ്ച കാണുന്നത്. ഈ വണ്ടിയുടെ പുറയിലൂടെ ഈ ഒരു ക്രീച്ചർ അവരെ ഫോളോ ചെയ്ത് വരുന്നു. അതും വെറുതെ ഫോളോ ചെയ്ത് വരികയല്ല, ഒരു ബ്ലഡി ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു സ്ത്രീ കരയുന്ന പോലെ ഒരു അലർച്ചയായിരുന്നു ശരിക്കും അവർ രണ്ടുപേരും കേട്ടത്. ഒരു തരത്തിൽ ഹൊററിന്റെ എക്സ്ട്രീം ലെവലാണ് ശരിക്കും ആ ദമ്പതികൾ അന്ന് രാത്രി അനുഭവിച്ചത്. വല്ലാത്ത ഭീതിപ്പെടുത്തുന്ന ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്താണെന്നറിയാത്ത ഒരു ക്രീച്ചർ ഇവരെ ഫോളോ ചെയ്ത് വരുന്നു. അതും ഈ ഒരു സമയം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവരിത് എവിടെ വെച്ചാണ് കണ്ടേന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു ആംബിയൻസ് എൻവയോൺമെന്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും അവർ പേടിക്കുന്നതിന്റെ അങ്ങേയറ്റം പേടിച്ചിട്ടുണ്ടോ. അങ്ങനെ അവസാനം ഇവർ എങ്ങനെയോ ഒരു ചെറിയ ടൗണിൽ എത്തിപ്പെട്ടു. ടൗണിന്റെ ബഹളവും ലൈറ്റ്സ് ഒക്കെ കണ്ടതുകൊണ്ടാണോ എന്ന് അറിയില്ല, ഈ ക്രീച്ചർ വന്ന വഴിയെ തന്നെ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. നിങ്ങൾ അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇത്തരം ഒരു എൻകൗണ്ടറിന് ശേഷം ഏതൊരാളും ചെയ്യുന്ന പോലെ തന്നെ ഇവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കണ്ട കാര്യങ്ങളെല്ലാം തുറന്ന കടിച്ചങ്ങോട്ട് പറഞ്ഞു. ഇവരുടെ വെപ്രാളം പരവേശം അവരുടെ മുഖത്തുള്ള പേടിയൊക്കെ കണ്ടപ്പോൾ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ വളരെയധികം ക്യൂരിയസ് ആയിട്ട് എന്താ ഏതാന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ആൻസൈറ്റിയോടെ ഇങ്ങനെ നിന്നു. ഈ പോലീസ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടിയുടെ പേര് മില്ലാഡ് എന്നാണ്. അപ്പോൾ മില്ലാഡും ഈ പറയുന്ന ദമ്പതികളും തമ്മിൽ ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ കുഴപ്പക്കാരല്ല എന്നുള്ള ഒരു കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലായി. ഇത്രയും വർഷം പരിചയമുള്ള ഒരു ദമ്പതികളുടെ അവസ്ഥ ഉണ്ട്. അപ്പോൾ മില്ലാഡിനും വളരെയധികം അസ്വസ്ഥത തോന്നി. ഇവരുടെ പേടിയും വെപ്രാളം കാരണം ഇവരുടെ വായിന്ന് ഒരു വാക്കുപോലും പുറത്തേക്ക് ഇനി വരുന്നില്ല. ഒരു തരത്തിൽ മെന്റലി ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇവർ രണ്ടുപേർക്കും ഉണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഡെപ്യൂട്ടിയും അവിടെയുള്ള ഓഫീസേഴ്സിനെല്ലാം വളരെയധികം ക്യൂരിയോസിറ്റി തോന്നി. കാരണം ഇവരെന്താണ് അനുഭവിച്ചെന്നുള്ളത് ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പൊ എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരെ മാക്സിമം റിലാക്സ് ചെയ്യിപ്പിച്ചിട്ട് പയ്യെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹം എന്താണ് സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്നത്. സംഭവം എന്താണെന്ന് മനസ്സിലായപ്പോൾ ഇവർ വേറെ ഒന്നും ചെയ്തില്ല. ഇവർ സ്ക്വാഡുമായിട്ട് നേരെ ആ ഒരു സ്ഥലത്തേക്ക് പോയി, അതായത് അബാൻഡൻ ആയിട്ട് എടുക്കുന്ന ആ ഒരു പവർ പ്ലാന്റ് അടുത്തേക്ക് പോയി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവർ ഈ പറയുന്ന പോലെ യാതൊരു സംഭവം അവരപ്പോൾ അവിടെ കണ്ടില്ല. ഒന്നും കണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല. ആ പട്ടിയുടെ അവശിഷ്ടങ്ങൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. അതോടുകൂടി ഇവർക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, ഇവിടെ എന്തോ വളരെ സീരിയസ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ലായിരുന്നു.
ആ പട്ടി അവിടെ വരുന്നതിനും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. തൊട്ട് മുന്നത്തെ ദിവസം, അതായത് നവംബർ 14 പാട്രിജ് എന്ന് പറയുന്ന ഒരു കർഷകൻ, പാട്രിജ് രാത്രി വീട്ടിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴുണ്ട് ഇദ്ദേഹത്തിന്റെ ആ ഒരു ഗാർഡ് ഡോഗ് വളരെ വയലന്റ് ആയിട്ട് കുരയ്ക്കാൻ തുടങ്ങി. എന്തെങ്കിലും ജീവനെ കണ്ട് കുരയ്ക്കുന്നതെന്ന് ഓർത്ത് ഇദ്ദേഹം അത് മൈൻഡ് ചെയ്തില്ല. പക്ഷെ അതേ സമയം തന്നെ ഇദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്ന TV ഒരു തരത്തിൽ ഇങ്ങനെ ഗ്രെയിൻസ് കാണിക്കുകയും പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ആവുകയും ചെയ്തു. അതായത് TVയുടെ സിഗ്നലും പോയി, ഈ പറയുന്ന പട്ടി ഇങ്ങനെ കുരയ്ക്കുന്നുണ്ട്. TV പോയതോടുകൂടി തന്നെ ഇദ്ദേഹത്തിന് വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് പട്ടി എന്തുകൊണ്ടാണ് കുരയ്ക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കി. അപ്പോഴാണ് എന്തൊരു ക്രീച്ചർ ദൂരെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കണ്ടത്. അപ്പോൾ ആ ക്രീച്ചറിനെ നോക്കിക്കൊണ്ടാണ് ഈ ഒരു പട്ടി വളരെ വയലന്റ് ആയിട്ട് ഇങ്ങനെ കുരയ്ക്കുന്നത്. പാട്രിച്ചിന്റെ ടെസ്റ്റിമോണിയിലും പറയുന്നത് ഈ ഒരു ക്രീച്ചറിനും ഈ പറയുന്ന പോലെ റെഡ് ഗ്ലോയിങ് ഐസ് ഉണ്ടായിരുന്നു. അതായത് ഈ ദമ്പതികളും ആ ഒരു സംഭവത്തെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഈ ഒരു ഗ്ലോയിങ് ഐസ് കാരണമാണ് പാട്രിച്ചും കണ്ടത് ഈ ഒരു ഗ്ലോയിങ് ഐസ് ആണ്. അപ്പോൾ ഇവർ രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റിയാണ് ഇവിടെ ശരിക്കും ഉള്ളത്. പാട്രിച്ചിന്റെ ടെസ്റ്റിമോണി അനുസരിച്ച് ഈ ഒരു കണ്ണുകൾ ഏകദേശം ഒരു സൈക്കിളിന്റെ റിഫ്ലക്ടർ പോലെയാണ് ശരിക്കും ഇദ്ദേഹത്തിന് തോന്നിച്ചത്. അപ്പോൾ ഈ ഒരു പട്ടിയുണ്ട് ഈ ഒരു സംഭവത്തെ ഇങ്ങനെ നോക്കി കുരയ്ക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ പട്ടി ചങ്ങലയും പൊട്ടിച്ച് ഈ ഒരു സംഭവത്തിന്റെ പുറകെ അങ്ങോട്ട് പോയി. പട്ടി വളരെയധികം വയലന്റ് ആയിട്ട് കുരച്ചുകൊണ്ടാണ് ഈ ഒരു ക്രീച്ചറിന്റെ അടുത്തേക്ക് ഓടിയെത്തിയത്. അപ്പോൾ ഈ ഒരു ക്രീച്ചറിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഈ പട്ടി നേരെ നിന്നു, പട്ടിയുടെ കുര എല്ലാം നിന്നു. ഇപ്പോൾ അവിടുത്തെ ആംബിയൻസ് മുഴുവനും ഒരു നിശബ്ദമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ മാത്രമായിട്ട് മാറി കഴിഞ്ഞു. ഇദ്ദേഹത്തിന് ഗാർഡ് ഡോഗ് ആയതുകൊണ്ട് ഈ ഒരു പട്ടീനെ തിരിച്ചു വിളിക്കാൻ ഇദ്ദേഹം ഒരുപാട് ശ്രമിച്ചു, പക്ഷെ ഒന്നും തന്നെ നടന്നില്ല. ഈ പട്ടി മിണ്ടാണ്ട് ആ ഒരു കാട്ടിന്റെ അകത്തേക്ക് അങ്ങനെ കയറിപ്പോയി. അതോടൊപ്പം തന്നെ ആ ഗ്ലോ ചെയ്യുന്ന ആ ഒരു കണ്ണുകളും അവിടുന്ന് മാഞ്ഞു. പോയിന്റ് പ്ലസന്റ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം വളരെയധികം കാട് പിടിച്ച ഒരു ഏരിയയാണ്. അതും ഇത് രാത്രി ആയതുകൊണ്ട് തന്നെ ഇത്തരത്തില് വിയേർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ സംഭവിച്ചത് കൊണ്ടും തന്നെ ഇദ്ദേഹത്തിന് കാട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇദ്ദേഹത്തിന്റെ പട്ടീനെ തിരിച്ചു വിളിക്കാനുള്ള ഒരു ധൈര്യം വന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് കയറി ഡോർ അടച്ചു. പക്ഷേ ആ രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു എൻകൗണ്ടർ അദ്ദേഹത്തിന് ഉണ്ടാവുന്നത്. അത് എന്താണെന്നുള്ളത് ഇതുവരെയായിട്ടും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എങ്ങനെയോ പാട്രിച്ച് നേരം വെളുപ്പിച്ച് ഈ ഒരു പട്ടീനെ അന്വേഷിച്ചു പോയി. പക്ഷെ പട്ടിയുടെ ഒരു രോമം പോലും ഇദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഇതേ ദിവസം രാത്രി 10:30 തന്നെയാണ് ഈ ദമ്പതികൾ ഈ പട്ടിയുടെ ശരീരവും കണ്ടെത്തിയത്. അതായത് പാട്രിച്ച് കണ്ടെന്ന് പറയുന്ന അതേ ക്രീച്ചർ തന്നെയായിരിക്കാം ഈ ദമ്പതികളും ആ ഒരു അബാൻഡൻ ആയിട്ടുള്ള പവർ ഹൗസിന്റെ അവിടെ വെച്ച് കണ്ടത്. അതും അവിടുത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കിയപ്പോൾ ഈ ദമ്പതികൾ കണ്ടത് ആ പട്ടീനെ ഈ ഒരു സംഭവം ഈ ഒരു ക്രീച്ചർ ഭക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻ പോലെയാണ് ശരിക്കും അവർ കണ്ടത്. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ ഈ ഒരു ഇൻസിഡന്റിനെയാണ് നമ്മൾ മോത്ത്മാൻ എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലി അയക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ് ഇത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു ഇൻസിഡന്റ് തുടങ്ങിയത് നവംബർ 14 15 അല്ല, ആ മാസം 2 അതായത് നവംബർ 2 ഇതേപോലെ തന്നെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട്. മോത്ത്മാൻ ഇൻസിഡന്റിനെ പറ്റിയിട്ട് എവിടെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ഈ 2 സംഭവങ്ങളെ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ ശരിക്കും അതിന്റെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന നവംബർ 2 നടന്ന ആ ഒരു ഇൻസിഡന്റ് ആയിരിക്കാം. അതിന്റെ ബാക്കിയാണ് ശരിക്കും മോത്ത്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 നടന്ന ഇൻസിഡന്റ് ഞാൻ വളരെ ചുരുക്കി പറഞ്ഞുതരാം. ടെറൻ ബർഗർ എന്ന് പറയുന്ന ഒരു ബിസിനസ്മാൻ, അദ്ദേഹത്തിന്റെ ബിസിനസ് ട്രിപ്പും കഴിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിയായിരുന്നു. ഇദ്ദേഹം പാർക്കേഴ്സ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പാർക്കേഴ്സ്ബർഗ് എന്ന് പറയുന്ന സ്ഥലം പോയിന്റ് പ്ലസന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം നമ്മൾ ഏകദേശം 50 മൈൽസ്, അതായത് ഒരു 80-83 കിലോമീറ്റേഴ്സ് വ്യത്യാസമുണ്ട്. ഇദ്ദേഹം ഈ ഒരു സ്ഥലത്തേക്ക് അപ്രോച്ച് ചെയ്തപ്പോൾ ദൂരെ ഡിസ്റ്റന്റ് ആയിട്ട് ഒരു ലൈറ്റ് ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നത് കണ്ടു. അതായത് വെറും ഒരു ലൈറ്റ് അല്ലായിരുന്നു, ഇതിങ്ങനെ മിന്നി കളിക്കുന്ന തരത്തിലുള്ള ഒരു ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ആകാശത്ത് ഇത്തരത്തിലുള്ള മിന്നുന്ന ലൈറ്റ് ഇദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ അത് ആദ്യം എന്തെങ്കിലും നാച്ചുറൽ കോസോ അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റിന്റെ ടെയിൽ ലൈറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്നാണ് ഇദ്ദേഹം വിചാരിച്ചത്. പക്ഷെ ഈ ഒരു സംഭവം നേരെ ഡിസെൻഡ് ചെയ്തിട്ട്, അതായത് ആകാശത്ത് നിന്ന് ഇറങ്ങി ഈ ഇദ്ദേഹത്തിന്റെ ആ ഒരു വണ്ടിയുടെ മുന്നിൽ വന്നിങ്ങനെ നിന്നു. ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണി അനുസരിച്ച് വളരെയധികം സൈലന്റ് ആയിട്ടും യാതൊരു രീതിയിലുള്ള ഒച്ചയും പുറപ്പെടുവിക്കാണ്ട് ഒരു സിൽവർ മെറ്റാലിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് റോഡിന്റെ മുന്നിൽ, അദ്ദേഹത്തിന്റെ വണ്ടിയുടെ മുന്നിൽ ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുകയാണ് ഉണ്ടായത്. മെറ്റാലിക് എന്ന് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ഡാർക്ക് സിൽവർ കളറിലുള്ള ഒരു വളരെ ഷൈനിങ് ആയിട്ടുള്ള ഒരു ഓർബിനാണ് ശരിക്കും അദ്ദേഹം കണ്ടത്. അതും ഈ ഒരു സംഭവം ആകാശത്ത് നിന്ന പോലെ തന്നെ ഇങ്ങനെ ഫ്ലാഷിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനെ വളരെയധികം അത്ഭുതപ്പെടുത്തിയ ഒരു ഫാക്ടറാണ് ഈ ഒരു സംഭവം യാതൊരു രീതിയിലുള്ള സൗണ്ട് ഉണ്ടാക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ നോർമൽ ആയിട്ടുള്ള ഒരാളാണ് കാണുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വിട്ടെറിഞ്ഞിട്ട് ഓടിപ്പോവുകയുള്ളൂ. പക്ഷേ
ഇദ്ദേഹത്തിന് എന്തോ തരത്തിലുള്ള ഒരു സംഭവങ്ങളൊക്കെ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അതെന്താന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോയി. റൈറ്റ് മൈൻഡുള്ള ആരും ചെയ്യാത്തൊരു സംഭവമാണ് ശരിക്കും അദ്ദേഹം അവിടെ വെച്ച് ചെയ്തത്. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമണി അനുസരിച്ച് ഏകദേശം ഒരു 6 അടിയോളം ഉയരമുള്ള ഒരു ഹ്യൂമണോയിഡ് ക്രീച്ചർ, ഒരു ബീയിങ് പോലത്തെ ഒരു സംഭവം ഈ ഒരു സിൽവർ, ആ ഒരു ഡാർക്ക് സിൽവർ മെറ്റാലിക് ഒബ്ജക്റ്റിന്റെ അകത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിന്നു. എനിക്ക് എവിടെ നിന്നാണ് ഇത്രയും ധൈര്യം കിട്ടിയതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഇദ്ദേഹം ആ ഒരു സംഭവത്തിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടായത്. അതിനുശേഷം ഇദ്ദേഹത്തിന് ഈ ഒരു ക്രീച്ചറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി എന്നാണ് ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണി എന്ന് പറയുന്നത്. അതായത് വെർബലിയുള്ള സംസാരം അവിടെ ഇല്ല. ഒരു തരത്തിൽ ഇദ്ദേഹത്തിന്റെ മനസ്സിന്റെ അകത്താണ് ഈ ഒരു ബീയിങ് പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സയന്റിഫിക് കമ്മ്യൂണിറ്റി ഒന്നടങ്കം എതിർക്കുന്ന ടെലിപാത്തിക് കമ്മ്യൂണിക്കേഷൻ ആണ് ശരിക്കും അവിടെ സംഭവിച്ചത്. ഞാൻ നിങ്ങൾ ഉപദ്രവിക്കാൻ വന്നതല്ല, എന്റെ പേര് കോൾഡ് എന്നാണെന്നാണ് ശരിക്കും ആ ഒരു ബീയിങ് ഇദ്ദേഹത്തിനടുത്ത് ടെലിപാത്തിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അതിനുശേഷം ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ്, അതായത് മനുഷ്യരുടെ രീതികൾ എങ്ങനെയാണ്, അതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെ ഒരു തരത്തിൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന പോലെയാണ് ശരിക്കും അദ്ദേഹത്തിന് തോന്നിയത്. അപ്പൊ അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നതൊക്കെ അദ്ദേഹം എങ്ങനെയോ ഈ ഒരു സംഭവത്തിനടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഒരു സംഭവം ടെലിപാത്തിക്കലി ഇദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, നമ്മൾക്ക് ഇനിയും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സംഭവത്തിന് അതോടെ കയറി ഈ ഒരു സംഭവം എങ്ങോട്ട് പോയി മറഞ്ഞു. അപ്പോൾ അതാണ് ശരിക്കും നവംബർ 2-ാം തീയതി ഉണ്ടായ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻസിഡന്റിനെ പറ്റി ഞാൻ ആദ്യം കേട്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് ഈ ഒരു സംഭവം ആർക്ക് വേണമെങ്കിലും ഫാബ്രിക്കേറ്റ് ചെയ്ത് പറയാൻ പാടില്ല, ഉണ്ടാക്കി പറയാൻ പാടില്ല എന്നൊക്കെയാണ് ശരിക്കും മനസ്സിലേക്ക് വന്നത്. പക്ഷെ ആ സമയത്തെ പോലീസ് റിപ്പോർട്ട്സ് ഒക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് ശരിക്കും എന്റെ കിളി പോയത്. അതായത് അതേ ദിവസം ഏകദേശം അതേ ടൈം ഫ്രെയിമിൽ ഒരുപാട് അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ രാത്രി കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റേഷൻ കംപ്ലൈന്റ്സ് കിട്ടിയിട്ടുണ്ട്. UFO ഇൻസിഡൻസ്, UFO എൻകൗണ്ടർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നെറ്റ്വർക്കിൽ കിട്ടും. പക്ഷെ ഇങ്ങനെ നമ്മൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു തരത്തിൽ ഇൻവെസ്റ്റിഗേഷൻ പോലെ നമ്മൾ ഓരോ ഇൻസിഡൻസ് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പുറയിലുള്ള ബ്യൂട്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ശരിക്കും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നവംബർ 2-ാം തീയതി നമ്മുടെ ബിസിനസ്മാൻ കണ്ട ആ ഒരു ക്രീച്ചർ, ആ ഒരു ഹ്യൂമണോയിഡ് ക്രീച്ചർ, അതും ഈ നവംബർ 14, നവംബർ 15-ാം തീയതി ഇവർ രണ്ടുപേരും കണ്ട ദമ്പതികളും ആ പറയുന്ന ഫാർമറും കണ്ട ആ ഒരു ക്രീച്ചറുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നാണ് ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം ഈ 2 ഇൻസിഡൻസ് നടന്ന ആ ഒരു ഡേറ്റ്, രണ്ടാമത്തെ കാര്യം ഇവ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്ന ഒരു സിറ്റുവേഷൻ ആണ് ശരിക്കും ഇവിടെ ഉള്ളത്. എന്റെ ഊഹം തെറ്റായിരുന്നില്ല. ഞാൻ ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാരും ഇങ്ങനത്തെ ഒരു കൺക്ലൂഷനിലേക്ക് വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഇത് ശരിക്കും എന്തായിരിക്കും, എന്ത് ക്രീച്ചറിനെയാണ് ശരിക്കും അവരന്ന് കണ്ടത്? ക്ലിയർലി നവംബർ 2-ാം തീയതി അദ്ദേഹം കണ്ടത് ഒരു UFO ആണെന്നുള്ള ഒരു കാര്യം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. പക്ഷേ നവംബർ 14-ാം തീയതി 15-ാം തീയതി അവർ കണ്ട ആ ഒരു ക്രീച്ചർ എന്തായിരിക്കും? ഒരുപാട് ആൾക്കാർ ക്ലെയിം ചെയ്യുന്നത് ഇത് ഗവൺമെന്റിന്റെ കളിയാന്നുള്ളതാണ്. കാരണം പോയിന്റ് പ്ലസന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം, അത് ശരിക്കും പറഞ്ഞാൽ ആർക്കും വേണ്ടാണ്ട് എടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഈ സ്ഥലത്തേക്ക് ഒരുപാട് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ, അതായത് ടൂറിസ്റ്റുകളൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കിയ ഒരു സിറ്റുവേഷൻ ആണ് എന്നാണ് ഒരുപാട് ആൾക്കാർ ക്ലെയിം ചെയ്യുന്നത്. അതായത് ഈ ഒരു സംഭവങ്ങളൊക്കെ അത്യാവശ്യം വൈഡ് സ്പ്രെഡ് ആയപ്പോൾ, അതായത് ഒരുപാട് പത്രങ്ങളിൽ ചർച്ചകളൊക്കെ ചെയ്ത് ഇങ്ങനെ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റിന്റെ ഒരു രീതിയിൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ എത്തി. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ അതേ മാസം തന്നെ അവരുടെ ആ ഒരു സ്ഥലത്തുള്ള ഒരു പാലം, സിൽവർ റിവർ ബ്രിഡ്ജ് എന്നാണ് ശരിക്കും ആ പാലത്തിന്റെ പേര്. അപ്പൊ ആ പാലം തകർന്നു വീണിട്ട് ഏകദേശം 43 പേരോളം മരിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻസിഡന്റ് സംഭവിച്ചത് കൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഡൂംസ് ഡേ ഫിഷിന്റെ ഒരു സിറ്റുവേഷൻ ഇല്ല. അതായത് എന്തെങ്കിലും അപകടം വരാൻ പോകുമ്പോൾ അത് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന അങ്ങനെയൊക്കെ പറയുന്നില്ലേ, അതുപോലെ ആയിരിക്കാം ഈ ക്രീച്ചർ എന്നാണ് ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നത്. അതായത് ഈ ക്രീച്ചറിനെ കണ്ടേ പിന്നെയാണ് ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് അവിടെ സംഭവിച്ചത്. പിന്നെ വേറൊരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ എന്താ വെച്ചാൽ ഇത് ഒരു കിളീനെയാണ് ഇവർ കണ്ടേന്നുള്ളത്. സ്പെസിഫിക്കലി ഒരു കൊക്കിനെയാണ് ശരിക്കും ഇവരെ കണ്ടേ, അതിനെ തെറ്റിദ്ധരിച്ചിട്ടാണ് ഇത് ക്രീച്ചർ ഏലിയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരൊക്കെ പറഞ്ഞു നടക്കുന്നത് എന്നുള്ളതാണ് ഒരു ലോജിക്കൽ ഒരു റീസണിങ് എന്ന് പറയുന്നത്. ഏകദേശം 6 അടിയോളം പൊക്കം വരുന്ന സാൻഡ് ഹിൽസ് എന്ന് പറയുന്ന സ്പീഷീസിൽപ്പെട്ട ഒരു കൊക്കിനെ ആയിരിക്കാം അവർ കണ്ടേ എന്നാണ് ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ പറയുന്നത്. അതായത് അതിന്റെ കണ്ണെന്ന് പറയുന്നത് ഇതേപോലെ റെഡ് കളറിൽ കണ്ണൊക്കെയാണുള്ളത്. അപ്പോൾ അതിനെ കണ്ടിട്ട് തെറ്റിദ്ധരിച്ചതാണോ എന്നുള്ളതാണ് ശരിക്കും ഒരു ലോജിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പക്ഷെ 160 km/h സ്പീഡിൽ ഒരു കാറിനെ ഫോളോ ചെയ്ത് വരിക എന്നുള്ളതും ഈ പറയുന്ന നായന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാതെ ഭക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും ശരിക്കും മാച്ച് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ
ആ ഒരു ലോജിക്കൽ റീസൺ നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ ആ ഒരു ഇവന്റ് അവിടെ കഴിഞ്ഞു. അങ്ങനെ സമയം കുറെ മുന്നോട്ട് പോയി. മോത്ത്മാൻ എന്ന് പറയുന്നത് ഒരു മിസ്റ്റീരിയസ് ലെജൻഡ് ആയിട്ട് മാറിക്കഴിഞ്ഞു. 2016 ഒരു ഗ്രൂപ്പ് ഓഫ് ഹണ്ടേഴ്സ് അവരെടുത്ത ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾ ഈ ഫോട്ടോ ഒന്ന് കണ്ടിട്ട് ഒന്ന് തീരുമാനിക്കാം. ഏലിയൻസ് UFO എന്നൊക്കെ പറയുമ്പോൾ ഒരു സംശയത്തിന്റെ കണ്ണോടുകൂടി ആയിരിക്കും ഞാൻ അതിനെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോൾ ഒരു ഔളോ അല്ലെങ്കിൽ ഒരു മൂങ്ങ പോലത്തെ ഒരു സംഭവം ഒരു പാമ്പിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറന്നു പോകുന്ന ഒരു ദൃശ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അതിന്റെ മൾട്ടിപ്പിൾ ആംഗിൾസിലുള്ള ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. ഒരു ഫോട്ടോഗ്രാഫ്, അതും ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത 2016 ഒരു സ്മാർട്ട് ഫോണിൽ എടുത്ത ഒരു ഫോട്ടോഗ്രാഫ്. അതിന് ഫുൾ സ്റ്റോറി പറയാൻ കഴിയില്ലെങ്കിലും ഈ ഫോട്ടോഗ്രാഫ് എടുത്ത ആൾക്ക് എന്തെങ്കിലും പറയാൻ കാണില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ ഇത് വളരെ അബ്നോർമലി ലാർജ് ആയിട്ടുള്ള ഒരു ക്രീച്ചർ ആണെന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ വലിപ്പം കണ്ടിട്ടാണ് ശരിക്കും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഫോൺ എടുത്തിട്ട് ഈ ഒരു ഫോട്ടോ എടുത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1966 നവംബർ 15 രാത്രി ആ ദമ്പതികൾ കണ്ട ആ ഒരു ക്രീച്ചർ, അതിന് പിറ്റേ ദിവസം ഇദ്ദേഹം കണ്ട ഒരു ക്രീച്ചർ, അതാണോ ഇത്? നിങ്ങൾ തന്നെ മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. ഇത് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ്, വളരെയധികം ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റും കൂടിയാണ്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.